കുട്ടികളില്ലാത്ത കേസിന് നമുക്ക് ഇവിടെ വന്നിട്ട് ശരിയായിപ്പോണ്ട്. ചിലവർ കാണൂലേ ഹസ്ബൻഡിനും വൈഫിനും ഒരു പ്രശ്നങ്ങളില്ല, എന്നാൽ അവർക്ക് കുട്ടികളാവള്ള, അങ്ങനെയുള്ള കേസുകൾ ധാരാളം ഇവിടെ വന്നുകൊണ്ട്. ഈ OCD പോലുള്ള കാര്യങ്ങൾ അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മാറ്റാൻ കഴിയുന്നത്? വിദേശത്തു നിന്നൊരു നേഴ്സ് PCOD പ്രശ്നമായിട്ട് വന്നു. PCOD പ്രശ്നമായിട്ട് വന്നു. നമ്മൾ ഏകദേശം ഒരു 11 ദിവസത്തെ തെറാപ്പിക്ക് ശേഷം അവർ തിരിച്ചുപോയി. ഏതായാലും ദൈവം അനുഗ്രഹിച്ച് അവരൊരു 2.5 മാസം കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ PCOD നോർമൽ, തൈറോയിഡും നോർമലായിട്ടുണ്ട്. ഈ വേദന ഒരുപാട് കൂടാൻ കാരണം പലർക്കും പല രീതിയിലാണ് ഈ പീരീഡ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്താൽ റിസൾട്ട് ഉറപ്പാണ്. കുനിഞ്ഞ വേദന, തുമ്മിയ വേദന, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അങ്ങനെ പല കാര്യങ്ങളും ഇവൻ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുനിയാൻ പോകുമ്പോൾ വേദന അനുഭവപ്പെടും. അതുപോലുള്ള കേസിൽ നമ്മൾ വേറെ രീതിയിൽ കൂടെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഡോക്ടർ, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OCD, അതേപോലെ തന്നെ PCOD അല്ലെങ്കിൽ പീരീഡ്സ് പെയിൻ. ഇപ്പം മൂഡ് സ്വിങ്സിൻ്റെ കാലമാണ്. പല സ്ത്രീകളോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് ചിലപ്പം ദേഷ്യപ്പെടും അമിതമായിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവർ വന്ന് നമ്മളോട് പറയും മൂഡ് സ്വിങ്സ് ആണ്, അല്ലെങ്കിൽ അവർക്ക് OCD ഉണ്ട്. ചിലപ്പം വൃത്തി കുറച്ച് കൂടുതൽ ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും വലിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് മാറ്റാൻ കഴിയുന്നത്? ഇതുപോലുള്ള രോഗങ്ങൾ കൂടുതലായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസിൻ്റെ ഭാഗമായിട്ടുള്ള കാറ്റഗറിയിൽ വേണമെങ്കിൽ പെടുത്താം. കാരണം ഇവർക്ക് ശരീരത്തിന് എപ്പോഴും ഒരു അസ്വസ്ഥതയായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായ? ഇപ്പോൾ പീരീഡ്സിൻ്റെ സമയത്ത് പല ഹോർമോൺ ചേഞ്ചസും വരുമ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം. ഇപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ടുള്ള കേസിൽ ഞാൻ പറയാം, നമുക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മുടെ തെറാപ്പി വർക്ക് ചെയ്യും. ഇപ്പോൾ തന്നെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ഉണ്ടാവുന്ന കേസ്, ഒരുപാട് കുട്ടികളില്ലാത്ത കേസിന് നമുക്ക് ഇവിടെ വന്നിട്ട് ശരിയായിപ്പോണ്ട്. ചിലവർ കാണൂലേ ഹസ്ബൻഡിനും വൈഫിനും ഒരു പ്രശ്നങ്ങളില്ല, എന്നാൽ അവർക്ക് കുട്ടികളാവള്ള, അങ്ങനെയുള്ള കേസുകൾ ധാരാളം ഇവിടെ വന്നുകൊണ്ട്. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം, ഇപ്പം ഇന്നലെയാണ്, ഇന്നലെ ഇവിടെ ഒരു സൈക്കോളജിസ്റ്റ് വന്നിട്ടുണ്ടായി. ആൾ പ്രശസ്തയാണ്. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷമായതാണെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളായിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് PCODയിലും അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടായതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെ തെറാപ്പി എടുത്തു നോക്കാം എന്ന് പറഞ്ഞു. അവർക്ക് ഇത് മാത്രമല്ല വേറെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായി, തലവേദന അങ്ങനെ പ്രശ്നങ്ങളുണ്ടായതാണ്. പക്ഷേ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു 3 മാസത്തിൽ തന്നെ പ്രഗ്നൻ്റ് ആവാൻ സാധ്യത തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. 2.5 മാസമായിട്ടുള്ള അവർ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അതുപോലുള്ള കാര്യങ്ങളിൽ ഇത് വളരെ എഫക്റ്റീവാണ്. ഇതിലൂടെ സ്ട്രെസ്സ് കുറയും. നേരത്തെ സൂചിപ്പിച്ചില്ലേ ഈ മറ്റേ മൂഡ് സ്വിങ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അതിന് ഇതൊരു സ്ട്രെസ്സ് കുറയുമ്പോൾ നമ്മൾ ശരീരം റിലാക്സ് ചെയ്യും. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ മാതിരിയുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ കുറയും. ഈ OCD പോലുള്ള കാര്യങ്ങൾ അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മാറ്റാൻ കഴിയുന്നത്? എനിക്ക് ധാരാളം OCD പേഷ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ അവരെ എക്സാമിൻ ചെയ്തേക്കുന്നതിൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതിൽ 99% ആളുകൾക്കും വയറിന് പ്രശ്നമുണ്ട്, ഉദര സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടുകൂടി ഇവർ ഇതുപോലുള്ള സ്ട്രെസ് റിലേറ്റഡ് ആയ രോഗങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആശ്വാസം വന്നിട്ടുണ്ട്. ഒത്തിരി കേസ് ഇപ്പോൾ ഇതിനു വേണ്ടി മരുന്ന് കഴിക്കുന്ന രോഗികളുണ്ട്. ഇപ്പം തന്നെ ഇന്ന് വന്നൊരു പേഷ്യൻ്റ് പറഞ്ഞു, അവർ ഇന്നലെ ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷനോട് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഡോക്ടറെ നിങ്ങൾ മാറ്റണ്ട, അവരുടെ ഇത് മരുന്നും കണ്ടിന്യൂ ചെയ്യുക, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് തെറാപ്പികൾ എടുക്കുക. അപ്പോൾ ഇന്നലെ അദ്ദേഹം തിരിച്ചു പോയി ഡോക്ടറെ കണ്ടപ്പോൾ ആ ഡോക്ടർ ഒരു മെഡിസിൻ കുറച്ച് കൊടുത്തു ഈ രോഗിക്ക്. രോഗി വളരെ ഹാപ്പി ആയിട്ട് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ തെറാപ്പി കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് പറഞ്ഞേക്കുന്നത്. ഈ OCD എന്ന് പറയുന്നത് ഈ വൃത്തി കൂടുമ്പോൾ അങ്ങനെയൊക്കെ വരുന്ന വിഷയമല്ലേ? ഇത് സംഭവം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങളുണ്ടല്ലോ. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. നമ്മുടെ മനസ്സിന്റെ വീക്ക്നെസ് ആണ് നമ്മൾ ഇതുപോലെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായ? അപ്പൊ മനസ്സ് വീക്കായിട്ടുള്ള ആളുകൾക്കാണോ ഈ OCD കൂടുതലും വരുന്നത്? അങ്ങനെ ഞാൻ ഉറപ്പിച്ച് പറയണില്ലെങ്കിലും എനിക്ക് ഇതൊക്കെ സൈക്കോളജിസ്റ്റുമാർ പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കൂടുതൽ പറയില്ല. എന്നിരുന്നാലും പല സൈക്കോളജിസ്റ്റുമാരും എനിക്ക് കേസ് റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് തന്നെ പല കേസുകൾക്കും ഇങ്ങനെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ പല പ്രശ്നങ്ങളും പറയുമ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് വിടും.
അപ്പോൾ ഞാനിവിടുന്ന് കാൽപാദത്തിലൂടെ അവരുടെ ആന്തരിക അവയവങ്ങൾ നാടി ഞരമ്പിനെ റിഫ്രഷ് ചെയ്യുമ്പോൾ ഇവർ ഹെൽത്ത് മെച്ചപ്പെടും. എന്നിട്ട് തിരിച്ച് അവരുടെ അടുത്തേക്ക് തന്നെ ചെല്ലുമ്പോൾ അവരുടെ കൗൺസിലിങ്ങിലൂടെ ഇത് പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും. അപ്പോൾ ഈ പീരീഡ്സ് പെയിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ? ആ പീരീഡ്സ് പെയിൻ കുറയും. പീരീഡ്സ് പെയിൻ പലതരം കാര്യങ്ങളുണ്ടല്ലോ. അതെങ്ങനെയാണ് ഈ വേദന ഒരുപാട് കൂടാൻ കാരണം പലർക്കും പല രീതിയിലാണ് ഈ പീരീഡ്സ് ഒക്കെ വരുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ്? പീരീഡ്സിന്റെ കാരണങ്ങൾ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒത്തിരി പറയാണ്ട് അതൊരു ഗൈനക്കോളജിസ്റ്റ് പറയുന്നതായിരിക്കും. അതുകൊണ്ടല്ല ചില യൂട്യൂബ് ചാനലുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ മധുരം കഴിച്ചാൽ പീരീഡ്സ് മാറാം അല്ലെങ്കിൽ അങ്ങനെ കുറെ ടിപ്പുകളൊക്കെ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയത്തില്ല. എൻ്റെ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ചിലവർക്ക് മറ്റേ യൂട്രസിലൊക്കെ മറ്റേ ഇത് പോളിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പീരീഡ്സിന്റെ സമയത്ത് ഇത് കൂടും. അങ്ങനെ ഓർക്കുന്നതാണ്. പിന്നെ ചുറ്റുള്ള മസിൽസിന്റെ പ്രശ്നം കൂടി വരും. പിന്നെ വെള്ളം കൂടി കുറഞ്ഞാൽ വരും. പക്ഷെ ഇത് പീരീഡ്സിന്റെ വേദന പീരീഡ്സ് ആയിട്ട് മാത്രമല്ല വേറെ എന്തെങ്കിലും ഇന്റർണൽ ഇഷ്യൂസ് ആയിട്ടും കണക്ട് ചെയ്തിരിപ്പുണ്ടാവും. എൻ്റെ അടുത്ത് പീരീഡ്സിന്റെ വേദന എന്നും പറഞ്ഞ് വന്ന കേസുകളുണ്ട്. വന്ന കേസുകളും ഭൂരിഭാഗം മാറിയാണ് പോയേക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവരെ എല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഇവർക്ക് പലതരത്തിലുള്ള വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരായിരിക്കും. ഇവർക്ക് ഡൈജഷൻ ഡിസോർഡർ ഉണ്ടാവാം, ചിലർക്ക് മൈഗ്രെയിൻ ഉണ്ടാവാം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? പലതരം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കാണ് കൂടുതൽ എൻ്റെ സമീപിച്ച ആൾക്കാർക്ക് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത്. ഇത് തന്നെ ആവണമെന്നില്ല 100% പീരീഡ്സിന്റെ വേദനയുടെ കാരണം കേട്ടോ. ഡോക്ടർ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു കുട്ടികളുണ്ടാകാത്ത പല രക്ഷകർത്താക്കളും ഡോക്ടറുടെ അടുത്തേക്ക് വരാറുണ്ടെന്ന്. അപ്പൊ ഈ PCOD കാരണമാണോ പലപ്പോഴും ഈ ഗർഭധാരണം നടക്കാതെ പോകുന്നത്? PCOD മാത്രമായിട്ട് തന്നെ ഗർഭധാരണം നടക്കാതെ വരത്തൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു വിദേശത്തു നിന്നൊരു നേഴ്സ് PCODയുടെ പ്രശ്നമായിട്ട് വന്നു. നമ്മൾ ഏകദേശം ഒരു 11 ദിവസത്തെ തെറാപ്പിക്ക് ശേഷം അവർ തിരിച്ചു പോയി. അപ്പം ഞാൻ 3 കാര്യങ്ങൾ അവരടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു. 1 ഭക്ഷണ രീതി, 2 എക്സസൈസ്, 3 നേരത്തെ കിടന്ന് ഉറങ്ങണം. ഈ 3 പ്രോബ്ലംസും ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചിട്ട് 3 മാസം കഴിയുമ്പോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് നല്ല തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ആയിട്ടാണ് ആദ്യം വന്നെങ്കിലും അവർക്കപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ PCODയുടെ പ്രോബ്ലം ഞാനാണ് അവരുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് PCOD ഉണ്ടെന്ന്. ഏതായാലും ദൈവം അനുഗ്രഹിച്ച് അവരൊരു 2.5 മാസം കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ PCOD നോർമൽ, തൈറോയിഡും നോർമലായിട്ടുണ്ട് എന്നും പറഞ്ഞ് എല്ലാവർക്കും നമുക്ക് അതുപോലെ വ്യത്യാസം കിട്ടുമെന്ന് ഞാൻ പറയല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്താൽ റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തെ ആളുകളുടെ എല്ലാം ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ രോഗം ഉണ്ടോ എന്നാണ്. പലരും ഗൂഗിളിലൊക്കെയാണ് സെർച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ PCOD ആണെങ്കിൽ അല്ലെങ്കിൽ OCD, എനിക്ക് OCD ആണോ അങ്ങനെ പറഞ്ഞ് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഈ സ്ട്രെസ്സുകൾ OCD ആണോ, അത് അങ്ങനെ അറിയാൻ വല്ല വഴികളും ഉണ്ടോ? ഏതായാലും നല്ലൊരു രീതിയിൽ ഇപ്പോൾ ഉള്ള രോഗങ്ങൾ സൈക്കോസൊമാറ്റിക് ഡിസോർഡറിൽ പെടുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് അത് കറക്റ്റാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ചില ആളുകൾക്ക് നടുവേദനയായിട്ട് ഇവിടെ വന്നുണ്ടാവും. അവരുടെ നടുവിൻ്റെ പ്രോബ്ലം മാറിയാലും ആളുടെ നടുവേദന പോകില്ല. കാരണം എന്താ? ഇവൻ്റെ ബ്രെയിനിൽ ഓൾറെഡി ഇവൻ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതായത് കുനിഞ്ഞ വേദന, തുമ്മിയ വേദന. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? അങ്ങനെ പല കാര്യങ്ങളും ഇവൻ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുനിയാൻ പോകുമ്പോൾ അവന് വേദന അനുഭവപ്പെടും. അതുപോലുള്ള കേസിൽ നമ്മൾ വേറെ രീതിക്കൂടെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതിലൂടെ തന്നെ പെട്ടെന്ന് ആശ്വാസം. നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം അവന് ഏതൊക്കെ പൊസിഷനിലെ വേദന വെച്ചാൽ നമ്മൾ അതെല്ലാം ചെയ്യിപ്പിച്ച് ആ വേദന ഇല്ലാന്ന് അവൻ്റെ ബ്രെയിനിൽ ബോധ്യപ്പെടുത്തിയാൽ മാത്രമാണ് അവൻ്റെ ആ രോഗം പോവുള്ളൂ.